Praise the Lord. So sometimes when we will hear from old people, നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രായമുള്ളവരുടെ നിന്ന് കേൾക്കുമ്പോൾ so the way they will tell the story is very good. അവർ പറയുന്ന ആ വിധമെന്ന് പറയുന്നത് വളരെ രസകരമായ നിലയിലാണ്. And uncle is always an inspiration for me. പ്രിയ അങ്കിള് എനിക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ്, അനുഗ്രഹമാണ്. When he is telling his testimony, പ്രിയ അപ്പച്ചന് തൻ്റെ ടെസ്റ്റിമണി സാക്ഷ്യം പറയുമ്പോൾ I feel very touched. എൻ്റെ ഹൃദയത്തിൽ അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. For us it will be for 2 minutes or 5 minutes he speak here. 2 മിനിറ്റോ 5 മിനിറ്റോ താൻ പറഞ്ഞോളെങ്കിലും But it's his life testimony. അത് ജീവിതത്തിന്റെ അനുഭവമാണ് താൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. So sometimes when we will hear the testimonies, നമ്മൾ ചിലപ്പോൾ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ for us, if we need to feel that testimony, ആ കേൾക്കുന്ന സാക്ഷ്യം നമ്മളെ ടച്ച് ചെയ്യണമെങ്കിൽ, നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, we need to have the presence of God and the Holy Spirit in us. നമ്മുടെ ഉള്ളിലെ ആ ദൈവാത്മ സാന്നിധ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും ഉണ്ടെങ്കിൽ മാത്രമേ ആ സാക്ഷ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യത്തുള്ളൂ. Even though I am going to speak today from the words, ഞാൻ ഇന്ന് രാത്രികാലം വചനത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, when I was sitting there I want to hear more from him. ഞാൻ എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ചു അച്ഛൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയട്ടെന്ന് വിചാരിച്ചു. Because something you will get by experience only. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിചയം കൊണ്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ. And my father tell me every time, എന്റെ പിതാവ് എന്നോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, whenever you will get the time, നിനക്ക് എപ്പോഴും സമയം കിട്ടുമ്പോൾ sit with your grandma, നിന്റെ വല്യമ്മച്ചിയുടെ കൂട്ടത്തിൽ ഇരിക്കണം. sit with someone who is older than you, നിന്നെക്കാളും പ്രായം കൂടിയവരുടെ കൂട്ടത്തിൽ നീ ഒന്നിരിക്കണം. and steal one good habit from that person. എന്നിട്ട് ആ വ്യക്തിയിൽ നിന്നുള്ള ചില നല്ല കാര്യങ്ങൾ പിടിച്ചെടുക്കണം. So stealing that good habit. നമ്മൾ അവരുടെ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നത് പോലെ ആ ക്യാരക്ടേഴ്സ് നമ്മൾ എടുക്കണം. I learned from him, ഞാൻ പ്രിയ അച്ഛൻ്റെ ഇത് പഠിച്ചൊരു കാര്യം, hard work. വളരെ ഹാർഡായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. He taught me many things. എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. So one thing what I learned from him, ഞാൻ പ്രിയ അച്ഛൻ്റെ ഇത് പഠിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, never give up habit ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കുന്ന സ്വഭാവമുള്ളവരാകരുത്. and hard work. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ ഒരിക്കൽ നമ്മൾ വിട്ടുകൊടുക്കുന്നവരാകരുത്. God bless the lovely family. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. And today's topic what I am going to talk is Satan's lie. ഇന്ന് രാത്രികാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറയുന്നത് പിശാചിന്റെ നുണകൾ എന്നുള്ള വിഷയമാണ്. I want everyone to keep your Bible handy. നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ വചനം എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. So what is the first thing what Satan will tell you? പിശാച് നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, What is the lie he will tell you? നമ്മളോട് ചില നുണകൾ പിശാച് പറയും. The dwelling on your past. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി ജീവിച്ചോളാൻ പറയും. How we will dwell in our past. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ ആയിരുന്നത്. Sometimes a believer also ചില സമയങ്ങളിൽ ചില വിശ്വാസികളും spend most of his time അവരുടെ കൂടുതൽ സമയവും thinking about his past. അവരുടെ പഴയ കാലങ്ങളെ ഓർത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. And in their talks also, അവരോട് സംസാരിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. you will get to know this guy is a believer. നമ്മൾ ഈ വ്യക്തി ഒരു വിശ്വാസിയാണെന്നറിയാം. But he is still living that old life. എങ്കിലും വിശ്വാസിയാണെങ്കിലും അവൻ പണ്ട് കാലത്തെ അവന്റെ ജീവിതത്തിലാണ് അവൻ ജീവിക്കുന്നത്. Again and again he will remind you, you don't know who I was before. ചിലപ്പോൾ നമ്മൾ പറയാം, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ലെന്ന് പറയും. Because in his mind, കാരണം എന്ന് വെച്ചാൽ അവന്റെ ഹൃദയത്തിനകത്ത് somewhere he is living that old life. താൻ വിശ്വാസിയാണെങ്കിലും തന്റെ പഴയ ജീവിതം താൻ വിട്ടിട്ടില്ല, അതിലാണ് ജീവിക്കുന്നത്. Second kind of believers, രണ്ടാമത്തെ കൂട്ടം വിശ്വാസികൾ എന്ന് they പറയുന്നത്, will also dwell in their old past life, അവരും അവരുടെ പഴയ കാലങ്ങളിൽ ജീവിക്കുന്നവരാണ്. but they will blame someone for that. എന്നാൽ അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. If that guy will tell me the right path, I'll be somewhere else ഞാനിപ്പോൾ ആ വ്യക്തി എന്നോട് അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ ആയേനെ, maybe I'll get a bigger job. എനിക്ക് ഇതിനേക്കാളും വലിയ ജോലി കിട്ടിയേനെ. No, you came from that path because God wants you to come from there. എന്തുകൊണ്ടാ ദൈവം നിനക്ക് ആ വഴി തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ദൈവത്തിന് നിന്നെ പറ്റിയുള്ള ഉപദേശം. It is not you who choose there. കാര്യം നീ അല്ല അത് തെരഞ്ഞെടുത്തത്, ദൈവമാണ്. God knows from where to bring you.
നിന്നെ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ദൈവം So കൊണ്ടുവന്നത്. we'll read Isaiah 43:18-19. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ Read someone. ആരെങ്കിലും ഒന്ന് വായിക്കാം. So he said, even though you are having nothing today, ഇവിടെ ഈ വചനത്തിൽ പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് എന്താന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. I'll make a road in the wilderness and ഞാൻ a river in the desert. ഞാൻ ഈ കാണുന്ന മരുഭൂമിയിൽ നിങ്ങൾക്കൊരു വഴി ഉണ്ടാക്കും. Do not remember the former things, not consider the things of old. നിങ്ങൾ പഴയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. Behold, I will do a new things. ഞാൻ ചില പുതിയ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. Say, I am a new creature. നമ്മളൊന്ന് പറഞ്ഞാട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന് I പറഞ്ഞാട്ടെ. am created in God's own image. ഞാൻ ദൈവത്തിന്റെ അതേ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. And he is going to do something new in my life today. ഞാൻ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ദൈവം ചില പുതു തന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറയാം. Leave about old things. Leave all the നമ്മുടെ old പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടുകളയാം. things. Maybe someone did wrong with you. ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നത്തിന്റെ കാരണം ചിലത് ചെയ്തതായിരിക്കും. Someone did not show you the right way. ചില ആൾക്കാർ നിനക്ക് ആ സമയത്ത് ശരിക്കുള്ള വഴി കാണിച്ചു തന്നില്ലായിരിക്കാം. And still that person is stuck in your mind. ചിലപ്പോൾ വീണ്ടും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്ത കിടക്കുന്നുണ്ടായിരിക്കും. And always you are talking about that person. നിങ്ങൾ ആരോട് സംസാരിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിയെ പറ്റി പറയും. You go back, നിങ്ങൾ തിരിഞ്ഞുപോയി sit down അല്പനേരം ഇരുന്നിട്ട് and pray for that person. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കുക. Say, thank you God, കർത്താവേ നന്ദി, he did not show me the way. അവൻ എനിക്ക് അന്നത്തെ എനിക്ക് നല്ലതെന്ന് തോന്നിയ വഴി അവൻ കാണിച്ചു തരാഞ്ഞതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. If he will show me the way that day, അന്ന് അവൻ ആ വഴി അങ്ങനെ കാണിച്ചു തന്നിരുന്നെങ്കിൽ maybe I will not be with you today. കർത്താവേ ഞാൻ നിന്നെ അറിയുന്നവനായിട്ട് ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. So many of the time, like we are having that thoughts. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. We are not let going that thoughts. നമ്മൾ ആ ചിന്തകളെ We are not let go that thoughts. നമ്മൾ ആ ചിന്തകളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട് പലപ്പോഴും. And knowingly and unknowingly we are cursing that guy. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്നിട്ട് ആ വ്യക്തികളെ വെച്ചേച്ച് നമ്മൾ അവരെ നമ്മൾ ശപിക്കുകയോ മനസ്സിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടിരിക്കും. My uncle was there, he didn't help me. അങ്കിള് എല്ലാം ഉള്ളവനായിരുന്നു, അവൻ എനിക്ക് അന്ന് നല്ല നിലയിൽ എന്നെ കൊണ്ടുപോയില്ല. So what Bible is saying, എന്നാൽ വചനം എന്താ പറയുന്നത്? you have to bless them, pray for them. നിങ്ങൾ അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. 2 Corinthians 5:17, someone will read for me. 2 കൊരിന്ത്യർ 5:17 ആരെങ്കിലും ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യൻസ് chapter 5 verse 17. So all the old things, all the old nature, the old behavior is passed away. പഴയ എൻ്റെ സ്വഭാവം, പഴയ എൻ്റെ സാഹചര്യങ്ങൾ, പഴയതെല്ലാം കഴിഞ്ഞുപോയി. The old behaviors. എല്ലാ എൻ്റെ പ്രവർത്തന രീതികളും മാറി. So like if you will start thinking how when you are like a non-believer, നിങ്ങളൊരു അവിശ്വാസിയായിരുന്ന സമയത്ത് and you are acting now, നിങ്ങൾ അതുപോലെ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ, it is not written here, but I think God didn't like that. ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ടും പഴയ പോലെ ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്താൽ ദൈവത്തിന് അത് ഇഷ്ടമുള്ള കാര്യമല്ല. It is written the old things are passed away, everything. ദൈവത്തിന്റെ വചനം പറയുന്നത് പഴയതെല്ലാം കഴിഞ്ഞു പോയെന്നാ പറയുന്നത്. Maybe you were a very dangerous man before. നിങ്ങൾ പണ്ട് കാലത്ത് ഒരു വലിയ ക്രൂരനായ വ്യക്തിയായിരിക്കാം. Maybe you are very big man before. നിങ്ങൾ ചിലപ്പം പണ്ട് കാലത്ത് വലിയ വ്യക്തിയായിരുന്നിരിക്കാം. Still you have that thought in your mind. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ചിലപ്പോൾ ആ ചിന്തകൾ ഉണ്ടെങ്കിൽ Remove it. അത് ഇന്ന് രാത്രികാലം അത് മാറ്റി വെക്കണം, റിമൂവ് ചെയ്യണം. God help me to remove all the old thoughts. ഇന്ന് രാത്രികാലം വേണം, കർത്താവേ അങ്ങനെയുള്ള പഴയ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാനുള്ള കൃപ തരണമേ. And he will help you. കർത്താവ് നമ്മളെ സഹായിക്കും അതിനായിട്ട്. You cannot run or walk forward നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ while looking backwards. നിങ്ങൾക്ക് ഒരിക്കലും പുറകോട്ട് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. What will happen? നിങ്ങൾ എന്ത് സംഭവിക്കും? പുറകോട്ട് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ You will fall down. നിങ്ങൾ വീഴും.
The second lie of Satan ആ രണ്ടാമത്തെ പിശാചിന്റെ നുണ എന്ന് പറയുന്നത് is that I know everything. എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയാണ്. The believers also are having this problem. നമ്മൾ വിശ്വാസികൾക്കും ഇതേ ചിന്ത തന്നെയുണ്ട്. If you are having this issue that I know everything, നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ചിന്ത, എനിക്കെല്ലാം അറിയാമെന്ന ചിന്തയുണ്ടെങ്കിൽ then you will be in a big problem. നിങ്ങൾ പിന്നെ ഒരു വലിയ ഒരു പ്രശ്നത്തിലായിത്തീരും. God will never talk to you. നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല. But because in your unconscious mind, നിങ്ങളുടെ ആ അൺകോൺഷ്യസ് മനസ്സിൽ you know everything. നിങ്ങൾക്ക് എല്ലാം അറിയാം. So he will not tell you any new things. അതുകൊണ്ട് നിങ്ങൾ പുതിയ സാധനം ഒന്നും പഠിക്കാൻ നിങ്ങൾ മനസ്സിലാകത്തില്ല. Luke 18:10 read. ലൂക്കോസിന്റെ സുവിശേഷം 18 Luke 18 verse 10 to 13. 10 to 13 Luke chapter 18 18-ാം അധ്യായം. രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലായിക നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗ്ഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി. See, here it is written that the Pharisee, ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ ഒരു പരീശനെ കാണാൻ പറ്റും. I can see the new believers in this. ഇതിനകത്ത് എനിക്ക് പുതിയ വിശ്വാസികളെ കാണാം. So like current believers. ഇന്നത്തെ നമ്മുടെ വിശ്വാസികളെ കാണാൻ പറ്റും. You know who I am? ഞാൻ ആരാണെന്നറിയാമോ? I born in a believer family. ഞാൻ പാരമ്പര്യമായി നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. I read this more than 20 times. ഞാൻ 20 പ്രാവശ്യം ഈ വചനം ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചിട്ടുണ്ട്. Every night I am praying till 3 hours. ഞാൻ രാത്രിയിൽ 3 മണിക്കൂർ ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. Every night I am reading Bible. ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാത്ത ഒറ്റ ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല. I am giving my tithes. ഞാൻ എല്ലാം എന്റെ ദശാംശമല്ല ഞാൻ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. All this air conditioner I put it. ഞാൻ ഇവിടുത്തെ എയർ കണ്ടീഷനൊക്കെ ഞാനാ സ്ഥാപിച്ചേക്കുന്നത്. Same thing he is saying. അത് തന്നെ അവൻ ഇവിടെ പറയുന്നത്. And what God is saying, അവൻ ഇങ്ങനെയാണ് പറയുന്നത്. he's comparing this guy താന് കമ്പയർ ചെയ്യാണ് മറ്റൊരു വ്യക്തിയുമായിട്ട്. who know everything, എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയെയും with this guy. മറ്റാള്, It is written there, a publican standing afar off. മറ്റൊരുന്ന് വെച്ചാൽ ഒരു ചുങ്കക്കാരൻ, മാറി നിൽക്കുന്ന ഒരു ചുങ്കക്കാരൻ. And what he is saying, അവൻ എന്താ പറയുന്നത് ചോദിച്ചാൽ, God be merciful to me, a sinner. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, ഞാനൊരു പാപിയാണെന്ന് പറയുന്നു. So here what God is telling us, ഇവിടെ ദൈവം നമ്മോട് എന്താ പറയുന്നത് ചോദിച്ചാൽ, what kind of prayer I like. ഞാൻ ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന എങ്ങനെയുള്ളതാണെന്ന്. What Pharisee is doing, ഈ പരീക്ഷ എന്താ ചെയ്യുന്നത്, or what this publican, what this എന്താണ് ചുങ്കക്കാരൻ എന്താണ് ചെയ്യുന്നത്. So he said this guy is more valuable for me. യേശു കർത്താവ് പറയുകയാണ്, ഇവൻ എനിക്ക് കൂടുതൽ വിലയുള്ളവനാണ്. So this guy is more valuable in the eyes of God. ദൈവത്തിന്റെ മുമ്പിൽ ഈ ചുങ്കക്കാരൻ വളരെ വിലയുള്ളവനാണ്. Can someone read James 4:6? യാക്കോബിന്റെ ലേഖനം, James chapter 4 verse 6. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. യാക്കോബ് 4:6. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും എന്ന് പറഞ്ഞു. And one more, Proverbs 11:2. സദൃശ്യവാക്യങ്ങൾ 11:2 വായിക്കാം. സദൃശ്യവാക്യം 11:2. So the pride because of knowledge. നമ്മൾ വായിക്കുന്നത് നിഗളം വരുന്നത് അറിവ് കൂടുന്നത് കൊണ്ടാണ്. The pride because of knowledge. അറിവ് കൂടുമ്പോൾ നമുക്ക് നിഗളം വരും. It is very dangerous. അത് വളരെ തെറ്റായ കാര്യമാണ്. Normally when the knowledge will come, സാധാരണഗതിയിൽ നമുക്ക് അറിവ് വരുമ്പോൾ, according to Bible, the humbleness need to come in your life. നമ്മൾ കൂടുതൽ അറിവ് വരുമ്പോൾ നമുക്ക് താഴ്മയാണ് വരേണ്ടത്. So if the pride is coming in your life because of knowledge, എന്നാൽ നിങ്ങൾ ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് നിഗളം വരികയാണെങ്കിൽ, that knowledge is a destructive knowledge.
ആ അറിവെന്ന് പറയുന്നത് നമ്മളെ തകർക്കുന്ന അറിവാണ്. Don't take that kind of knowledge. നമ്മൾ അങ്ങനത്തെ ഒരു ജ്ഞാനം പഠിച്ചിട്ട് കാര്യമില്ല. If it is a biblical knowledge also, don't take that kind of knowledge. നമ്മൾ അങ്ങനത്തെ വചനത്തിലുള്ള ജ്ഞാനവും ഏറ്റെടുത്തിട്ട് കാര്യമില്ല. That knowledge, അങ്ങനത്തെ ജ്ഞാനം എന്ന് പറയുന്നത് from where pride will come, എവിടുന്നാണ് നമുക്ക് ഈ അഹങ്കാരം നിഗളം വരുന്നത്? it's a self-centered knowledge. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയത്തിൽ നിന്ന് സ്വയമായിട്ട് ചിന്തിക്കുന്ന ജ്ഞാനമാണ്. That knowledge where humbleness will come, എന്നാൽ ഏത് ജ്ഞാനമാണോ നമുക്ക് താഴ്മ കൊണ്ടുവരുന്നത്, it's a servant kind of knowledge. അത് നമുക്ക് ദാസന്റെ സ്വഭാവത്തോടുള്ള ഒരു താഴ്മയായിരിക്കും. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Third kind of lie, what Satan will tell you. മൂന്നാമത്തെ പിശാച് പറയുന്ന നുണയെന്ന് പറയുന്നത്, Once you are a believer, നിങ്ങളൊരു വിശ്വാസിയായി കഴിഞ്ഞ് you do not have any problem. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള Matthew 5:45, someone will read. മത്തായി സുവിശേഷം 5:45 ഒന്ന് വായിക്കാം. മത്തായി 5:45, മാത്യൂസ് 5:45. Yes. 5:45. അതന്നെ വായിച്ചു. Yeah. Amen. So this is the lie of Satan, that once you are a believer, you do not have any problem. നമ്മൾ സാധാരണ നമുക്ക് വരുന്ന ഈ പിശാച് കൊണ്ടുവരുന്ന ഒരു നുണയെന്ന് പറയുന്നത്, നീ ദൈവമകനായി കഴിഞ്ഞപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ല. The moment problem will come, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ Satan will whisper in your ear. പിശാച് വന്ന് ചെവി ഒന്ന് പറയും, He will say, see, look, every day you are going to church. നീ എല്ലാ ദിവസമൊക്കെ സഭയിൽ പോകുന്ന വ്യക്തിയല്ലേ, See, you met with an accident. നീ പിന്നെ എന്താ നിന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് വന്നെന്താ, You are having sugar, diabetes. നിനക്ക് ഷുഗറും ഉണ്ട്, ഡയബറ്റീസും ഉണ്ട്, അസുഖങ്ങളും ഉണ്ട്. See what your God is doing. നിന്റെ ദൈവം നിനക്ക് എന്താ ചെയ്യുന്നത്? So that is a lie from Satan. അത് സാത്താന്റെ ഒരു നുണയാണ് നമ്മുടെ ജീവിതത്തിൽ. Here it is written in the word, ഇവിടെ ഇങ്ങനെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചത്, in Matthew 5:45, 5:45, that you may know, you may be son of your Father in heaven, for he makes his sun rise on the evil and on the good. നല്ലവരുടെ മേലും പാപിയുടെ മേലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ഉദിപ്പിക്കുകയും മഴ കൊടുക്കുകയും ചെയ്യുന്നു. And send rain on just and on unjust. നീതിമാന്മാരുടെ മേലും നല്ലവരുടെ മേലും എല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? മഴയും. Similarly, when the problem will come, it will come for the just and for the unjust. അതേപോലെ തന്നെയാണ് മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്, നന്മ ദൈവം കൊടുക്കുന്നത് പോലെ ലോകത്തിന് തിന്മ വരുമ്പോഴും അത് രണ്ടും ഒരുപോലെ വരുന്നത്. And what is the benefit of that just man? എന്നാ പിന്നെ നീതിമാന്റെ പ്രത്യേകത എന്താണ്? John 16:33. യോഹന്നാൻ 16:33 വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:33. First. John 16. So this is the promise word for us. ഇതാണ് ഇന്ന് രാത്രി നമുക്കുള്ള വാഗ്ദത്ത വചനം എന്ന് പറയുന്നത്. These things I have spoken to you, that in me you may have peace. എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. In the world you will have tribulation. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. Where are we now? നമ്മളിപ്പോ എവിടെ ആയിരിക്കുന്നത്? In the world. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്. What we will face? നമ്മൾ എന്താണ് നമ്മുടെ മുമ്പിൽ വരുന്നത്? Tribulation. കഷ്ടതകളാ വരുന്നത്. He already informed you. ഞാൻ അതുകൊണ്ട് നേരത്തെ നിങ്ങളോട് പറയുകയെന്നാ പറഞ്ഞേ. When you will get the tribulation, നിങ്ങളുടെ കഷ്ടത വരുമ്പോൾ it is written, don't lose your peace. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകരുത്. He is talking about Exodus, the Israelites. അച്ചായന് ഇപ്പൊ പുറപ്പാട് പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. When they are going to pass that river, that sea, അവര് ചെങ്കടലിൽ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ then they saw someone is coming from അവർ backside. തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ചിലര് വരുന്നുണ്ട്. So first thing what they did, അവർ ഒന്നാമത് എന്താ ചെയ്യുന്നറിയാവോ? they lose their peace. അവരുടെ സമാധാനമല്ലോ അങ്ങ് പോയി. God said, I will give you my peace. ദൈവം പറയാ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് If തരാമെന്ന്. you will lose your peace in this time, അങ്ങനെ പ്രതിസന്ധി മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ സമാധാനം പോയാൽ then you will be in a problem. നിങ്ങളൊരു പ്രശ്നത്തിലാവുക. Then there will be no difference between a just man and between a unjust അങ്ങനെ man. ഉണ്ടെങ്കിൽ നീതിമാനും നീതികെട്ടനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. We'll read Romans 8:28. റോമർ 8:28 വായിക്കാം. There is a competition between Bin's sister and brother. ബെനിസിസ്റ്ററും അച്ചാനും തമ്മിൽ Fast. വായിച്ചോ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർ Yes. പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ Yeah. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. Monsieur uncle, take it seriously this time first. Very good. And we know that all things work together for good to them that love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. See how lovely verses is this.
Everything, how lovely this verse is. ഈ വാക്യം എത്ര നല്ല വാക്യമാണ്. Everything work together for good to them that love God, to them who are the called according to his purpose. അവന്റെ ഹിതപ്രകാരം വിളിച്ചിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുക. Everything, whether it is good, whether it is bad. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നമായിരിക്കാം, നല്ല കാര്യമായിരിക്കാം, എല്ലാം നന്മയ്ക്കായിട്ട് തീരും. Whether you faces the consequences earlier in your past life, കഴിഞ്ഞ നാളുകളിലെ ചില പ്രശ്നങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ that is also for your good. അതും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. It is written in Psalms 34:19. സങ്കീർത്തനം 34:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. Read, someone read for me please. സങ്കീർത്തനം 34, Psalms 34:19. Tick tick one, tick Shiva. Yeah. Okay. Yeah, very nice. Yeah. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ But വിടുവിക്കുന്നു. Lord delivers him out of them all. എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു. That is the promise. അതാണ് നമുക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത്. That is the difference between a just man and an unjust man. അതാണ് ഒരു നീതിമാനും നീതികെട്ടവനും തമ്മിലുള്ള വ്യത്യാസം. But what you need to carry with you, നമ്മൾ എന്താണ് കൊണ്ടുപോകേണ്ടത് ഇതിനകത്തുനിന്ന്? that peace. ആ സമാധാനമാണ് What കൊണ്ടുപോകേണ്ടത്. Jesus gave you when he's living. യേശു കർത്താവ് ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്ക് എന്താ തന്നിട്ട് പോയത്? What Jesus gave? പീസ്. Peace. പീസ്. Peace is very difficult to get. ഈ സമാധാനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. You will get everything. നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം കിട്ടും. You will not get this peace. നിങ്ങൾക്ക് ഈ സമാധാനം മാത്രം മേടിക്കാൻ കിട്ടത്തില്ല. So when I was young, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ I was reading this word. ഞാൻ ഈ വാക്യം വായിച്ചപ്പോ So I was thinking why he left only the peace. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇത് യേശു കർത്താവ് പോയപ്പം ഈ സമാധാനം മാത്രം എന്തിനാ തന്നേച്ചു He പോയത്? can give something else. അയ്യോ, വേറെന്തെങ്കിലുമൊക്കെ തന്നേച്ചു പോയായിരുന്ന വല്ല ഗുണമുള്ളായിരുന്നു. But now I am getting it. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലാകുന്നത്, When there is no business, ഇപ്പൊ ബിസിനസ് ഒന്നുമില്ല, you need a peace. നമുക്കിപ്പോ ഒരു സമാധാനം വേണം. That peace no one will give you. അതും വേറെ ആർക്കും കിട്ടത്തില്ല. Only Jesus. ഒള്ളി കർത്താവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. And by faith only you will get. നമുക്ക് വിശ്വാസത്താൽ മാത്രമേ ആ സമാധാനം നമ്മുടെ ഉള്ളിൽ വരത്തുള്ളൂ. And the fourth biggest lie of Satan. നാലാമത്തെ പിശാചിന്റെ വലിയ നുണയെന്ന് പറയുന്നത്, Let's check who will win this time. James 4:13-14. യാക്കോബ് 4:13-14. ജെയിംസ് 4:13-14. Yeah. ജെയിംസ് 4:13-14. Yeah. Hmm. 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 So this is the fourth kind of lie Satan will tell you daily. ഇത് പിശാച് നമ്മുടെ എല്ലാ ദിവസവും പറയുന്ന അടുത്തൊരു നുണയാണിത്. We will do it tomorrow. നമുക്ക് നാളെ ചെയ്യാം. You will do it tomorrow. നമുക്ക് നാളെ ഇത് ചെയ്യാം. You will pray tomorrow. നമുക്ക് നാളെ പ്രാർത്ഥിക്കാം. You will fast tomorrow. നമുക്ക് നാളെ തൊട്ട് So ഉപവസിക്കാം. every day he will tell you the same lie. എല്ലാ ദിവസവും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. But tomorrow will never come. ഒരിക്കലും നാളെ നമ്മുടെ ജീവിതത്തിൽ വരത്തുമില്ല. I saw a writing in a shop. ഞാനൊരു കടയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് ഞാൻ കണ്ടു. So today cash, ഇന്ന് ക്യാഷിന് മാത്രമേ ഉള്ളൂ, tomorrow credit. നാളെ നിങ്ങൾക്ക് കടം തരാമെന്ന്. So that means because tomorrow will never come. അവൻ എല്ലാ ദിവസവും വരുമ്പോഴും അന്നത്തെ ദിവസവും നാളെ ഒരിക്കലും വരത്തില്ല. Whenever you will go to that shop today. എല്ലാ ദിവസവും നമ്മൾ ആ ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ ഇന്നാ പോകുന്നത്. So Satan also will lie the same thing. പിശാചും ഇതേ നുണ തന്നെ നമ്മളോടും പറയുന്നത്. So Satan will bring the laziness in believers' life. നമ്മുടെ ജീവിതത്തില് നമുക്ക് പണി ചെയ്യാതിരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരും. Satan, whereas you do not know what will happen tomorrow, for what is your life, and it is even a vapor that appear for a little. ദൈവജനം പറയാണ്, നാളത്തെ കാര്യം നിങ്ങൾ അറിയുന്നില്ല, അത് മറഞ്ഞു പോകുന്നത് പോലെ ഇരിക്കുന്നു. And vanish away. So Satan is a big liar. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, പിശാച് ഒരു നുണയനാണ്. So four kind of lies. 4 തരത്തിലുള്ള നുണ പിശാച് പറയുന്നു. Every time Satan is telling you. എല്ലാ സമയത്തും പിശാച് നമ്മളോട് പറയും. Proverbs 10:4. നമ്മൾ സദൃശ്യവാക്യങ്ങൾ 10:4 വായിക്കാം. So when the laziness will come, നമ്മൾ വായിക്കുന്നത്, മടി നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ, so if a man become poor, അവന് ഒന്നുമില്ലാത്തവനായി തീരുമെന്ന് അവിടെ വായി, ദരിദ്രനാവുമെന്ന്. he don't want to do anything. അവനൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല. That is the biggest lie of Satan. അത് പിശാചിന്റെ ഒരു വലിയ നുണയാണത്. God will do everything. You
നീ ഒന്നും പേടിക്കും, നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ദൈവം എല്ലാം തന്നോളൂ. But you have to work hard. നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യണം. So you have to work hard to meet your daily needs. നിങ്ങൾ ശരിക്കും ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ദിവസത്തെ കാര്യങ്ങൾ നടക്കും. He will bless your hands when you are working. നീ പണി ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യെ അവനെ അനുഗ്രഹിക്കും. But if you will sit idle, നിങ്ങൾ പക്ഷേ ഒന്നുമില്ലാതെ മടിയനായിട്ട് ഇരിക്കുകയാണെങ്കിൽ, and do nothing, ഒന്നും ചെയ്യുന്നില്ല, you will be in a problem. നിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് പോകും. So read again. Can you read that? ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. 10:4. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാകും. Nothing I am telling by my own, it is written in the word. ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല, വചനം എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. James 4:13-14. Read someone. യാക്കോബ് 4:13-14 ഒന്നുകൂടെ വായിക്കാം. Now listen to me. Hmm. That say, today or tomorrow we will travel to a certain city, and we will stay a year and go into this. Okay. Sorry. It was repeated. So the fifth thing is unforgiveness and jealous. അഞ്ചാമത്തെ കാര്യം കൂടെ ഞാൻ പറയാം. ക്ഷമിക്കാൻ പറ്റാത്ത കാര്യവും അതുപോലെ തന്നെ നമ്മൾ അസൂയയും. Satan will tell you it is okay. പിശാച് പറയും അത് കുഴപ്പമില്ലെന്ന് പറയും. If you are not forgiving him, it is okay. അത് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. He did not came to you either. നിന്റെ അടുത്ത് അവൻ വന്നില്ലല്ലോ. Did he came to you? അവൻ നിന്റെ അടുത്ത് വന്ന് വല്ലതും പറയാൻ വന്നോ? So if you are not forgiving him, it is okay. God will not do anything to you. നീ അത് ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ആരാണെന്ന് എനിക്കറിയില്ല. നീ ആരാണെന്ന് എനിക്കറിയത്തില്ല. So Satan will tell you this lie. പിശാച് വന്ന് ഈ നുണ നമ്മളോട് പറയും. The moment it will get into your ear, അത് നമ്മുടെ ചെവിയിലേക്ക് കടക്കുമ്പോ you will always feel okay. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. Ephesians 4. My tigress came. Tigress, read. എഫെസ്യ ലേഖനം 4:31-32. Ephesians 4:31-32. Now 3 competitors are there. Vincy sister, you. Okay. So, and be kind to one another, tender-hearted, forgiving one another, even as God for Christ's sake hath forgiven you. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ദൈവം മനസ്സലിവുള്ളവരുമായി ദൈവം നമ്മളോട് ക്ഷമിച്ചത്, ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. Why we have to forgive? നമ്മൾ എന്തുകൊണ്ടാണ് ക്ഷമിക്കേണ്ടിയേ? He set a bigger example. നമുക്കൊരു വലിയ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുക. He said, Lord, they don't know what they are doing. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തോന്ന് ഇവർക്ക് അറിയത്തില്ല, Forgive them. അവരോട് ക്ഷമിക്കണേ. If someone will slap you, he will slap within a second. നിങ്ങളെ അടിക്കണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അടിക്കും. After that, he got all these stripes in his body. He said, forgive them. എന്നിട്ട് പറയും, എന്നിട്ട് എല്ലാം നിങ്ങളുടെ ദേഹത്തുള്ള അടിയെല്ലാം ക്ഷമിക്കണമെന്ന് For പറയും. all the things, he put a bigger standard. നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ വലിയ ഒരു കാര്യം കാണിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. No one will stand and say why it is written in the Bible. ചില ആൾക്കാർ പറഞ്ഞാൽ ഇത് എന്തിനാണ് വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? Because I did it, you also do. യേശു കർത്താവ് പറയാണ്, ഞാൻ ഇത് ചെയ്തു, നിങ്ങൾ ഇത് ചെയ്യണം. Hallelujah. It is written, tender-hearted, forgiving one another. What will happen if you will not forgive? And if you have that jealous heart, what will happen? We will read in one more verse. മനസ്സിലുള്ളവരായിട്ട് നമ്മൾ കർത്താവിനെ പോലെ ക്ഷമിക്കണമെന്ന് പറയാ. ക്ഷമിച്ചില്ലേ എന്ത് സംഭവിക്കും? Ephesians, എഫെസ്യ ലേഖനം തന്നെ a sound heart, 4:32 വായിക്കുന്നു. a sound heart is the life of the flesh, but envy the rottenness of the bones. ഇങ്ങനെ പറയുന്ന ശാന്ത മനസ്സ് ദേഹത്തിനൊരു ജീവൻ, ദേഹത്തിനൊരു ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. So when the envy will there, നമുക്ക് ആ അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ it will rotten your bones. നമ്മുടെ എല്ലുകളെ ദ്രവിപ്പിക്കുമെന്നാ വായിച്ചത്. So many are sick today ഇന്ന് രാത്രികാലം പലരും രോഗികളാകുന്നത് because they have that jealous heart. നമ്മളിവിടെ പറയുന്ന അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാകുമെന്ന് അവർ രോഗികളാകും. Spend 30 years with Christ, നമ്മൾ 30 വർഷം കർത്താവിന് കൂടെ നടന്നാലും still they are sick. അവരിപ്പോഴും രോഗികളായിട്ടിരിക്കുക. Still they don't have that forgiveness. അവർക്ക് എന്തെന്ന് വെച്ചാൽ ക്ഷമിക്കാനുള്ള കഴിവ് ഇപ്പോഴുമില്ല. So here it is saying it will rotten your bones. അത് പറയും നമ്മുടെ അസ്ഥികൾക്ക് ദ്രവത്വം കൊണ്ടുവരുമെന്ന് എഴുതിയിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. So we'll read about authority. Luke 10:19. ലൂക്കോസ് 10:19 നമ്മൾ വായിക്കുന്നത്. Right. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ജയിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല.
So, behold, I gave you power to tread on serpents and scorpions, okay, and over all power of the enemies, and nothing shall be any means hurt you. ഒന്നും നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ദോഷം വരുത്തത്തില്ല. So, what God is giving you? ദൈവം എന്താ നിങ്ങൾക്ക് തരുന്നത്? The power നിങ്ങൾക്ക് തരുന്നത് ശക്തി തരും, and the authority. അതിന്റെ അധികാരവും തരും. One more, Luke 9:1. Read someone very fast. ലൂക്കോസ് 9 ഒന്നുകൂടെ വായിക്കാം. 5 minutes we'll finish. Yeah. 5 മിനിറ്റിനകം തീർക്കും. Yeah. Jesus called the 12 disciples Huh. together and gave them power and authority. They gave them power and authority. ശക്തിയും അധികാരവും നൽകി. What in the old this thing in 10:19 what we read, the enemy is having only the Luke 10:19, enemy is having only the power. Enemy don't have the authority. Satan don't have the authority. What Jesus gave to the disciples? പിശാചിനുള്ളത് ശക്തിയേ ഉള്ളൂ, അധികാരം നമുക്കുണ്ട്. What Jesus gave the disciple? Can you read it again? Jesus called the Yeah. 12 disciples Yeah. together and gave them power and authority. Power and authority. What we are having more than Satan is സാത്താനേക്കാളും കൂടുതൽ നമുക്കുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയും ഉണ്ട്, അധികാരവും ഉണ്ട്. we have the authority. അധികാരം നമുക്കുണ്ട്. We have the authority over Satan. നമുക്ക് പിശാചിന്റെ മേൽ അധികാരം നമുക്കുണ്ട്. And when we get defeated, നമ്മൾ പരാജയപ്പെടുമ്പോൾ when we'll give this authority to Satan. അതിന്റെ അർത്ഥം വെച്ചാൽ നമ്മൾ അധികാരം പിശാചിന് കൊടുക്കുന്ന. And how we are going to give this authority to നമ്മൾ Satan? എങ്ങനെയാ ഈ അധികാരം പിശാചിന് കൊടുക്കുന്നത്? Tell me. എങ്ങനെയാ കൊടുക്കുന്നത്? How we are going to give this authority to Satan? എങ്ങനെയാ കൊടുക്കുന്നത്? By not listening to his words. അവന്റെ വചനം കേൾക്കാതിരിക്കുമ്പോൾ. And give this authority over all devils and to cure diseases. ഇങ്ങനെ Not വെച്ചാൽ one സകല disease. രോഗങ്ങളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം Not കൊടുത്തു. one disease. It is written we have the authority over all the diseases. സകല രോഗങ്ങളുടെ മേലും അധികാരം കൊടുത്തു. Okay, James 4:7. Can someone will read? യാക്കോബ് 4:7 നമ്മൾ വായിക്കുന്നത്, ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. So what we have to do, we have to resist the devil. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇവൻ നുണ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കണം. We have to we don't continue listening him. നമ്മൾ അവൻ പറയുന്ന നുണകൾ കേട്ടോണ്ടിരിക്കാനല്ല, We have to resist the devil. നമ്മൾ അവനെ എതിർത്ത് നിൽക്കുന്നവരാണ്. The moment the God is telling you keep that mobile down, നമ്മളോട് ദൈവം പറയാ മൊബൈൽ മാറ്റിവെക്കാൻ പറയുന്ന സമയത്ത് keep it down. അന്നേരം തന്നെ അത് മാറ്റിവെക്കണം. What you are doing, നമ്മൾ എന്താ ചെയ്യുന്നത്? you are resisting the devil. ആ സമയത്ത് ദൈവം പറഞ്ഞതുകൊണ്ട് പിശാചിനെ എതിർക്കുക നിങ്ങൾ ചെയ്യുന്നത്. Don't spend one more minute with that mobile phone. എന്നാ പിന്നെ ഒരു മിനിറ്റ് കൂടെ വെച്ചേക്കാമെന്ന് ചിന്തിക്കരുത്. The moment you will spend one more minute in that mobile phone, ആ ഒരു മിനിറ്റ് കൂടെ മൊബൈൽ ഫോൺ നിങ്ങൾ ചെയ്യുമ്പോൾ you are giving your authority to Satan. നിങ്ങൾ ആ അധികാരം പിശാചിന് കൊടുക്കുക ചെയ്യുന്നത്. Then don't cry next Sunday. അടുത്ത ആഴ്ച വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. Why this happened to me? ഇതെന്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്? Because you did not resist the devil. നിങ്ങൾ പിശാചിനെ എതിർത്തില്ല. The moment devil will come and whisper in your ears, your son will go to this, your daughter will going to do this, resist the devil. നമ്മൾ ഇങ്ങനെ വന്ന് നമ്മുടെ ചെവിയിൽ പിശാച് വന്ന് നുണകൾ പറയുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യണം. Say no, I am having authority over you. അങ്ങനെ പറഞ്ഞാൽ മതി. നുണ പറയണം എനിക്ക് അധികാരമുണ്ട് And നിന്റെ മേൽ. over all the lies you are telling നീ me. പറയുന്ന എല്ലാ നുണകളെയും എതിർക്കാനുള്ള അധികാരം എനിക്കുണ്ട്. Get away from me, Satan, in the എന്നിൽ name of നിന്ന് Jesus. മാറിപ്പോ പിശാച് എന്ന് പറയണം. Hallelujah. ഹല്ലേലൂയ. Hallelujah. Luke 10:17. Someone will read. ലൂക്കോസ് 10:17 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. Luke 10:17. സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്ന് പറഞ്ഞു. So the 70 returns again with joy, saying, Lord, even the devils are subject unto us. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. So the devils also, we are having the authority to control them. പിശാചിനെ പോലും ഞങ്ങൾക്ക് അവയുടെ മേൽ വരെ അധികാരമുണ്ട്. How we will going to control the devil? നമ്മൾ എങ്ങനെയാണ് പിശാചിനെ കൺട്രോൾ ചെയ്യുന്നത്? By spending 3 hours in Facebook, നമ്മൾ 3 മണിക്കൂർ ഫേസ്ബുക്കിൽ നിന്നിട്ട്, 4 hours in Instagram, 4 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ നിന്നിട്ട്, by doing gossiping, നമ്മള് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞോണ്ട്, by thinking bad about others. മറ്റുള്ളവരെ പറ്റി തെറ്റായ കാര്യങ്ങൾ ചിന്തിച്ചോണ്ട് We are taking the devil down. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന പിശാച് പോകുന്ന. Hallelujah.
Say hallelujah. സേ ഹല്ലേലൂയ. So now today believers are doing the same things. ഇന്ന് നമ്മൾ ഇതേ കാര്യങ്ങളാണ് നമ്മൾ വിശ്വാസികൾ The ചെയ്യുന്നത്. moment God is telling you live that, ദൈവം നിങ്ങളോട് പറയുക, അത് മാറ്റിവെക്കാൻ പറയുന്ന അതേ നിമിഷം live it. That is the kind of resistance you need in your life. നിങ്ങൾ ആ സമയത്ത് തന്നെ മാറ്റി വെക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Don't say 2 more minutes. കർത്താവേ 2 മിനിറ്റ് കൂടെ ഞങ്ങൾ ചെയ്തിട്ട് ചെയ്യാമെന്ന് Let പറയരുത്. this serial be finished. ഈ സീരിയൽ ഒന്ന് തീർന്നോട്ട്, I am going to read Psalms. ഞാൻ അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനം വായിച്ചോളാം. No, that is not called resistance. അതിന് പറയുന്നത് നമ്മൾ എതിർക്കുക എന്നല്ല പറയുന്നത്. God is not going to wait for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവനല്ല. Don't make him to wait for you. നിങ്ങൾ അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ ഇടവരുത്തരുത്. Because he know that 2 more minutes will spoil your coconut. നിങ്ങൾ 2 മിനിറ്റ് നിങ്ങളുടെ That spoil your coconut, that what is inside. നിങ്ങളുടെ ചിന്തകൾ പോകുന്ന അവൻ അറിയാം. So someone will read Colossians 3:15. കൊലോസ്യർ 3:15 ഒന്ന് വായിക്കാം. കൊലോഷ്യൻസ് 3:15. കൊലോഷ്യൻസ് 3:15. Read. Someone read. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. Yeah. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടു. See what I started with the peace. ഞാൻ എന്തു പറഞ്ഞാ തുടങ്ങിയത്? സമാധാനം. Let the peace of God rule in your hearts. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ. Where the peace will be, എവിടെ സമാധാനമുണ്ടോ there you will have control. അവിടെ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കും. Where you have control, നിങ്ങൾക്ക് എവിടെ കൺട്രോൾ ഉണ്ടോ there you can easily resist the devil. നിങ്ങൾക്ക് ഈസി ആയിട്ട് പിശാചിനെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റും. Where you don't have control, നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ there you cannot resist the devil. നിങ്ങൾക്ക് പിശാചിനെ എതിർക്കാൻ പറ്റത്തില്ല. Sometimes ചില സമയങ്ങളിൽ God will tell you don't talk to even your family members. ചില സമയത്ത് ദൈവം നിങ്ങളോട് പറയും, ഇന്ന ആളോട് സംസാരിക്കരുത്, നിങ്ങളുടെ കുടുംബത്തിനോട് പോലും അവരോട് സംസാരിക്കരുതെന്ന് Because പറയും. that family member is a negative person in your life. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് പറയുന്ന വ്യക്തിയായിരിക്കും. Stop talking or talk less to that person. നമ്മൾ ഒന്നും സംസാരിക്കാതിരിക്കാതെ കുറച്ച് മാത്രം The സംസാരിക്കും. moment you will do that, നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ you will get peace in your life. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ തന്നെ സമാധാനം കിട്ടും. So it is written, let the peace of God rule in your ഇവിടെ heart, വായിക്കുന്നത് ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. to the which also ye are called in one body, and be ye thankful. നിങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങളെ ഏക ശരീരമായിട്ട് One more വിളിച്ചിരിക്കുന്നത്. place where this peace word is there. ഒരു വാക്യം കൂടെ പീസ് ഉള്ളത്. Sunday school, tell me. സൺഡേ സ്കൂളിലുള്ളവർ പറയുക, Tell me which verses are there. സമാധാനത്തെ പറ്റിയുള്ളൊരു വാക്യം പറയാൻ. Yeah. You need to buy heart these words, no? Yeah, tell me. Philippians? It is not written here. ഫിലിപ്പിയൻസ് Philippians? 4:30, No. 4:7 ആണോ? Be not anxious for anything, Anything. but for everything by prayer and supplication with thanksgiving. Tell me. Let your prayer, let your request be made known to God. And the peace of God that surpasses all അണ്ടർസ്റ്റാൻഡിങ്. the peace of God. The peace of God that surpasses all understanding. എല്ലാ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം. Can you say after that? Don't read it. Tell me. And the peace of God that surpasses all understanding Rules. will guard your heart and teacher. What are you doing? Teacher is telling. Will guard your heart and mind through with Christ Jesus. Hallelujah. Hallelujah. Amen. The peace of God. ദൈവത്തിന്റെ സമാധാനം. What we need to have? നമുക്ക് എന്താ വേണ്ടിയത്? The peace of God. ദൈവത്തിന്റെ സമാധാനമാണ് When വേണ്ടത്. we have the peace of God, നമുക്ക് ദൈവത്തിന്റെ സമാധാനം ഉണ്ടെങ്കിൽ then we have that calmness. നമുക്കെങ്കിൽ ആ ഒരു സ്വസ്ഥത കാണും. When we have that calmness, നമുക്ക് ആ സ്വസ്ഥത ഉണ്ടെങ്കിൽ, then we have that control. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൺട്രോൾ When ഉണ്ടായിരിക്കും. we have that control, നമുക്ക് ആ കൺട്രോൾ ഉണ്ടെങ്കിൽ we can resist the devil. നമുക്ക് പിശാചിനെ എതിർക്കാൻ പറ്റും. Hallelujah. ഹല്ലേലൂയ. If you want to resist the devil today, ഇന്ന് നിങ്ങൾക്ക് പിശാചിനെ എതിർക്കണമെങ്കിൽ you cannot do it by yourself. നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തന്നെ പറ്റത്തില്ല. Ask God, give me your peace. കർത്താവേ, നിന്റെ സമാധാനം എനിക്ക് തരണം. Give me your peace. നിന്റെ സമാധാനം എനിക്ക് തരണം. Fill me with
your peace. നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണം. Once this peace came in your mind, in Ah. your heart, ആ സമാധാനം നിന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ none of the Satan's lie will come inside. ഒരിക്കലും നിങ്ങൾക്ക് പിശാച് കൊണ്ടുവരുന്ന ഒരു നുണയും നിങ്ങളുടെ You ജീവിതത്തിൽ will say, കയറത്തില്ല. get thy behind me, Satan, in the name of Jesus. പിശാച് എന്റെ പിന്നിൽ പോ എന്ന് നമുക്ക് പറയാൻ പറ്റും. My children are going to flourish. എന്റെ കുഞ്ഞുങ്ങള് നല്ല നിലയിൽ വളർന്നു വരും. My house is going to flourish. എന്റെ കുടുംബം നല്ല നിലയിലായി തീരും. I am going to flourish. ഞാൻ നല്ല ഉണക്ക് വളരാൻ പോവാണ്. Because it is written in the word. അത് വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Because, can you tell me this word? Because I know the thought I think toward. Which verse is that? Tell me. I know the thoughts. Tell me. Tell me. Hey, where is teacher? Teacher. What is this? I know this is very famous. For I know the thoughts I think towards you. What? After that, what is there? Tell me. For I know the thoughts I think towards you. The thought of. No, for I know the thoughts I think towards you. Okay, read it and come back next time. So he's saying, I know the thoughts I think towards you. ആ നിങ്ങളെ പറ്റിയുള്ള ചിന്ത എന്റേത്. The thought not for evil, but for tell me, ഗുഡ് ഫോർ for പ്രോസ്പെറി. you have to read this. These all verses are very good. Say, tell me Psalms 23:1. Very, very nice. Sir. See, you know this. You have to read all the verse, full, the 1, 2. Tell me 1 and 2. Yeah. Very good. So, like this, you have to recite all the words. Okay? It is not to judge you. You have to read. So, when in the trouble time, you will take out that word and say. If you don't have the Bible, you will speak to devil. Like it is written in the word. The Lord is my shepherd. It is written in the word. You cannot harm me. Hallelujah. ഹല്ലേലൂയ. Hallelujah. You also, guys. യെസ്. Hallelujah. ആമേൻ. Thank you so much. താങ്ക് യു. And I hope you will understand the word. I have very less time, but I took 10 more minutes. Sorry for that. സമയം വളരെ കുറവായിരുന്നു. ഞാൻ 10 മിനിറ്റ് കൂടെ എടുത്തു. God bless you all. So next time when Satan will come, resist the devil. അടുത്ത Hallelujah. പ്രാവശ്യം പിശാച് വരുമ്പോൾ നമ്മൾ അവനെ എതിർത്ത് നിൽക്കുന്നവരായി തീരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.